മോലാലി, ഞാൻ ബാങ്ക് വരെ ഒന്ന് പോവുക. ആരെങ്കിലും എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാനും അന്വേഷിച്ചാ പറഞ്ഞേക്കണം. ബാങ്കിൽ നിനക്കെന്താടാ മണ്ടൂസേ കാര്യം? കാര്യമുണ്ട് മോലാലി, കാര്യമുണ്ട്. ഏതു പട്ടിക്ക് ഒരു ദിവസം വരുമെന്ന് മോലാലി കേട്ടിട്ടില്ലേ? ഇന്ന് എന്റെ ദിവസമാണ് മോലാലി. കാര്യം പറയടാ. ബാങ്കിൽ മേള നടക്കുന്നു, കൃഷി വായ്പാ മേള. സ്വന്തമായി ശകലം ഭൂമിയുള്ളത് കൊണ്ട് എനിക്ക് വായ്പ കിട്ടുമെന്ന് ബാങ്കിലെ മാനേജർ സാർ പറഞ്ഞു. എന്നാ നീ രക്ഷപ്പെടടാ. ഞാനും. അതെങ്ങനെയാണ് മോലാലി രക്ഷപ്പെടുന്നത്? നീ ബാങ്ക് വായ്പയും വാങ്ങി കൃഷി ചെയ്യാൻ ഇവിടം വിട്ടു പോവുകയല്ലേ, അപ്പൊ ഞാനും രക്ഷപ്പെട്ടല്ലോ. മോലാലി, ഈ വിഷം മുഴുവൻ ചെടികൾക്ക് അടിച്ചു തീർക്കണ്ട. എനിക്ക് കൂടി ശകലം വെച്ചേക്ക്. അതെന്തിനാടാ? വിഷം കുടിച്ചു ചാവാൻ. ഇനി അതേ ഉള്ളൊരു മാർഗം മോലാലി. എന്ത് പറ്റിയടാ? പോയ കാര്യം സാധിച്ചില്ലേ? ഇല്ല മോലാലി, ആ ബാങ്ക് മാനേജർ എന്നെ തെറി പറഞ്ഞു. അതെന്തിനാടാ? ലോൺ കിട്ടിയില്ലേ? മോലാലി, 1.5 ലക്ഷം രൂപ എനിക്ക് വായ്പ വരാമെന്ന് പറഞ്ഞതാ. എന്നിട്ട്? ആ 1.5 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ വായ്പയും 50,000 രൂപ സബ്സിഡി ആണെന്ന് ആ മാനേജർ പറഞ്ഞു. സബ്സിഡി എന്ന് പറഞ്ഞാൽ സഹായധനം, അത് തിരിച്ചടക്കേണ്ടതില്ല. അത് മാനേജർ സാർ പറഞ്ഞു മോലാലി. പക്ഷെ 1 ലക്ഷം രൂപ പലിശയും കൂട്ടി തവണകളായിട്ട് തിരിച്ചടക്കണം. അത് വേണമല്ലോ, പിന്നെന്താ പ്രശ്നം? അപ്പൊ ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ അപ്പോ തന്നെ തിരിച്ചടക്കാം, എനിക്ക് സബ്സിഡി മാത്രം മതിയെന്ന്. എങ്ങനെയുണ്ട് മോലാലി എന്റെ ബുദ്ധി?